മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ ഹൃദയമാണ് നേപ്പാൾ സ്വദേശിയിൽ വെച്ചുപിടിപ്പിച്ചത്. ഷിബുവിന്റെ മൃതദേഹം കൊല്ലത്തെ വീട്ടിലെത്തിച്ചു. അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. അരുൺരാജാണ് കൊല്ലത്തെ ഷിബുവിന്റെ വീട്ടിൽ നിന്ന് ചേരുന്നത്. അരുൺ, ഒരു കാരുണ്യത്തിന്റെ സ്പർശം നൽകിയാണ് ഷിബു കടന്നുപോകുന്നത്. ഇപ്പോൾ മൃതശരീരം വീട്ടിലെത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ, സംസ്കാരം എപ്പോൾ നടക്കും, മറ്റു വിവരങ്ങൾ? ക്രിസ്ത്യൻ അല്പസമയം മുമ്പാണ് ഷിബുവിന്റെ മൃതദേഹം വീട്ടുവളപ്പിലേക്ക്. ഇപ്പോൾ വീട്ടിലിപ്പോൾ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. പൊതുദർശനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ നാട് ഒന്നടങ്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഷിബുവിനെ അറിയാത്തവർ കഴിഞ്ഞ ഷിബുവിന്റെ നന്മ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു വലിയ സമൂഹം ഇവിടേക്ക് എത്തുന്ന കാഴ്ചയാണ് ഈ വീട്ടിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഷിബു അവസാനമായി അത് കഴക്കൂട്ടം കഴിഞ്ഞ് ശബരി പോയി തിരിച്ചെത്തി മുടിവെട്ടി പോയതാണ്. അവിടെ വെച്ചാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് പിന്നീട് ഒരു ബോധമനസ്സോടെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ ഒരിക്കൽ പോലും ഷിബുവിന് കഴിഞ്ഞിട്ടില്ല. ഇതിനുശേഷം ഈ ജീവൻ നഷ്ടമായി ഷിബുവിലേക്ക് തിരിച്ചെത്തുകയാണ്. അവസാനമായി ഷിബുവിനെ കാണാൻ ഷിബുവിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറം വലിയൊരു വിഭാഗത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഷിബുവിന്റെ നന്മ മനസ്സിലാക്കിയ വലിയ സമൂഹമാണ്. ഷിബു ഇന്ന് നിരവധി പേരിലൂടെ തുടിക്കുന്ന ജീവനാണ്, ഓർമ്മയാണ്. അതുകൊണ്ട് ഷിബുവിന്റെ ആ നന്മ അത് അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ആ വ്യക്തിയെ ഒന്ന് കാണാനെത്തുന്ന നിരവധി പേരെ നമുക്കിവിടെ കാണാം. എന്തായാലും ആ വീട്ടുവളപ്പിൽ തന്നെയാണ് ഷിബുവിനെ സംബന്ധിച്ച്. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം ഇടവട്ടം ചിറക്കൽ സ്വദേശി ഷിബുവിന്റെ വീട്ടിൽ നിന്നാണ് അരുൺരാജ് വിശദാംശങ്ങളുമായി ചേർന്നത്. നിരവധി പേർക്കാണ് ഷിബുവിന്റെ അവയവങ്ങൾ, അത് ചർമ്മം, നേത്രം, വൃക്ക, കരൾ, ഹൃദയം, രക്തകോശങ്ങൾ, ഇതൊക്കെ ജീവൻ നൽകുന്നത്, അല്ലെങ്കിൽ പലതരത്തിൽ അവരുടെ ജീവൻ നിലനിർത്താനായി സഹായിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദുർഗാകാമിക്ക് ഷിബുവിൻ്റെ ഹൃദയം തുന്നിപ്പിടിപ്പിച്ചത്. ഇപ്പോൾ ഷിബുവിൻ്റെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. നിരവധി പേർ, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അവിടെ എത്തിച്ചേരുന്നുണ്ട് ഷിബുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ. എന്തായാലും നന്മയുടെ കരങ്ങൾ നീട്ടിക്കൊണ്ടാണ് ഷിബു ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.